അല്ല മോൾ ഇതുവരെ റെഡി ആയില്ല? റെഡിയാ? ആ എന്നാ സ്മാർട്ട് ആയിട്ട് പോയി കാറിലിരുന്നു. നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട അമ്മച്ചി, സമയായി. ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെ? ഓഫീസിൽ തിരക്കുണ്ട്. നീ അവിടെ ഒന്ന് നിന്നേ. എന്നാ അമ്മച്ചി? പറയുമ്പോ ചാടി കയറി കടിക്കാൻ വരരുത്, സമാധാനമായിട്ട് കേക്കണം. മോളെ കൊണ്ടാക്കിയിട്ട് എനിക്ക് കോടതി പോകാനുള്ളതാ. എന്നതാന്ന് വെച്ചാ പറ. നിന്റെ ഈ ധൃതിയാ നിന്റെ ജീവിതം തൊലച്ചത്. ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് നേരമില്ലായിരുന്നു. നിന്റെ ഭാര്യ പറയുന്നത് കേൾക്കാൻ നിനക്ക് സമയമില്ലായിരുന്നു. ഇപ്പോ ആവശ്യത്തിന് സമയം ഉണ്ടായപ്പോ നീ എന്നതാ നേടിയത്? അമ്മച്ചിക്ക് എന്നതാ പറയാനുള്ളതെന്ന് വെച്ചാ ഒന്ന് വേഗം പറ. തെറ്റാരുടെ ഭാഗത്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. നീ നിന്റെ മോളെ ഓർത്തെങ്കിലും നിന്റെ വാശി കളയണം. അവളെന്നെ തോപ്പിക്കാൻ നടക്കുകയല്ലേ? തോപ്പിക്കട്ടെ. കോടതിയിൽ ആരോടൊക്കെയോ പറഞ്ഞു അത്രേ എന്നെ കേസില്ലാ വക്കീലാക്കി വീട്ടിലിരുത്തുമെന്ന്. അതൊന്ന് കാണട്ടെ, എന്നിട്ട് ഉപേക്ഷിക്കാൻ ഞാൻ എന്റെ വാശി. ഡോളി മോളുടെ ഭാവിയേക്കാൾ വലുതാണ് നിനക്ക് നിന്റെ വാശിയല്ലേ? ഓ, മോളെ പറ്റി അവൾക്ക് എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിലേ അവൾ ഈ വക്കീല് പണി കളഞ്ഞിട്ട് വരട്ടെ, അപ്പൊ ആലോചിക്കാം. പോ മോളെ. ഗുഡ് ഗേൾ. ഒന്നാം കക്ഷിയായ നാൻസി ജോസഫും എതിർ കക്ഷിയായ ടോണി വർഗീസും നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും ഇരുവർക്കും ജനിച്ച മകൾ ഡോളി വർഗീസിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള പരാതിയിന്മേൽ ഇരുവരുടെയും വാദം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോടതി ഇങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നു. മാതാവിന്റെയും പിതാവിന്റെയും പരിചരണം കുട്ടിക്ക് അവശ്യം വേണ്ട പ്രായമാകയാൽ മാസത്തിൽ ആദ്യത്തെ 2 ആഴ്ച കുട്ടി മാതാവിനോടൊപ്പവും പിന്നീടുള്ള 2 ആഴ്ച പിതാവിനോടൊപ്പവും കഴിയേണ്ടതാണ്. ഡോളി വർഗീസിന് 18 വയസ്സ് തികയുന്നതുവരെ ഈ വിധിക്ക് പ്രാബല്യമുണ്ടായിരിക്കും. ഡാഡി ഒരു ഉമ്മ തരട്ടെ? മോളെ സൂക്ഷിച്ചിറങ്ങണം. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ് മോളെ. മമ്മിയുടെ പൊന്നുമോൾ എന്താ ഇത്ര താമസിച്ചത്? മമ്മി എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. ഞാൻ എന്തൊക്കെയുണ്ട് മോള് വിശേഷങ്ങള്? ഇന്നലെ പഠിപ്പിച്ച പാട്ടൊന്ന് പാടിയേ. ട്വിങ്കിൾ ട്വിങ്കിൾ. ഞാൻ പാടാം. ആരുടെ ഫോണാ? വക്കീലാഫീസിൽ നിന്നാ. ആഹാ, ആരും ഇന്നും റെഡി ആവില്ലയാ? ഇന്ന് ഡോളി മോള് വന്ന ദിവസമല്ലേ? ഞങ്ങൾ അടുത്ത സെമിനാറിന് വരാൻ സൂപ്പറുണ്ടേ. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെയൊക്കെ മട്ട് കണ്ട എന്റെ മാത്രം കാര്യമാണെന്ന് തോന്നും. ശരി, ഹായ് മോള്. ടാറ്റാ. പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. കൗമാരത്തിൽ പിതാവിന്റെ ശാസനയിൽ, യൗവനത്തിൽ ഭർത്താവിന്റെ ചൊൽപ്പടിയിൽ, വാർദ്ധക്യത്തിൽ പുത്രന്റെ ഭരണത്തിൽ. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീ പുരുഷന്റെ അടിമയാണ്. ചരിത്രാതീത കാലം മുതലേ സ്ത്രീയെ അടിമയായി കരുതുന്ന ഒരു പഴഞ്ചൻ തത്വശാസ്ത്രത്തിനെതിരെയുള്ള ധാർമ്മിക രോഷത്തിന്റെ ശബ്ദമാണ് ഇന്ന് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളിലൂടെ നാം ഉയർന്നു കേൾക്കുന്നത്. ആർഷ സംസ്കാരത്തെ വെല്ലുവിളിക്കാനുള്ള തന്റേടമാണ് നമ്മൾ സ്ത്രീകൾ ഇന്ന് കാണിക്കേണ്ടത്. അലങ്കരിക്കപ്പെട്ട ഒരു കളിപ്പാട്ടം പോലെ ഷോക്കേസുകളിൽ വെച്ച് ആസ്വദിക്കാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം. സ്വന്തം കാലിൽ നിന്ന് പുരുഷ മേധാവിത്വത്തിനെതിരെ പോരാടാൻ ഓരോ സ്ത്രീക്കും കഴിയണം. ഒരു താലിച്ചരുടെ കഴുത്തിൽ ഏറ്റിയാൽ അടിയറ പറയിക്കാമെന്ന ധാരണ ആദ്യം ഇല്ലാതാക്കണം. പേടിച്ചു പോയല്ല. വിവാഹം ജീവിതത്തിന്റെ അന്ത്യാഭിലാഷമായി ആരും കാണരുത്. ബുദ്ധിയും സാമർഥ്യവും ഉണ്ടെങ്കിൽ ഏത് പുരുഷനേക്കാളും മുന്നിലെത്താൻ സ്ത്രീക്ക് കഴിയും.
അന്തസ്സായി ജോലി ചെയ്ത് ആരുടെ മുമ്പിൽ തലകുനിക്കാതെ ഒരു താലിയിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം അടിയറ വെക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയണം. നീലാകാശത്തിൽ നടന്നു വീണ നക്ഷത്രങ്ങളെ പെറുക്കിയെടുത്ത് ഞാൻ നിനക്ക് തന്നു. ആ രാത്രിയുടെ രൂക്ഷഗന്ധം ഇന്നും എനിക്ക് ഊഷ്മള സ്മരണയാണ്. അന്നും നീ എന്റെ അസ്വാസ്ഥ്യമായിരുന്നു. ഇന്നും അതെ പ്രിയേ. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ. എന്റെ സത്യം പറഞ്ഞൂടെ? നേരെ സഹിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് മനുഷ്യന്മാരില്ലേ? അവന് ഫീൽ ചെയ്യും, പാവം. അവൻ പറയുന്നതിൽ വാസ്തവമുണ്ട് സജ്ജി. ഇവിടെ ഇങ്ങനെ വലിയ വാടക കൊടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞില്ലേ? ഇതുവരെ 4 ആളോട് പറയാൻ കൊള്ളാവുന്ന ഒരു വേഷം കിട്ടിയവനൊക്കെ കിട്ടിയല്ലോ. എന്തോന്ന് കിട്ടി? കുന്തം പിടിക്കുന്ന വേഷം. ഒരു വേഷം കിട്ടാൻ 6 അല്ല 60 മാസം വേണ്ടി വന്നേക്കും. ചെലവെനിക്കൊരു പ്രശ്നമല്ല. സൂപ്പർ സ്റ്റാർ ആയിട്ട് വീട്ടിലേക്ക് ചെല്ലാവുന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ അളിയൻ ഇനി ഒരിക്കലും വീട്ടിൽ പോകേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇപ്പോഴും പറയുന്നു, നിനക്ക് അഭിനയിക്കാൻ അറിയില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എടാ, എനിക്ക് അഭിനയിക്കാൻ അറിയാവോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഒരവസരം വരട്ടെ. വിശ്വനാഥ് സാറിന്റെ വീടല്ലേ ഇത്? അല്ലല്ലോ. അല്ല, ആരുടെ വീടാണെന്ന് ചോദിച്ചത്? വിശ്വനാഥ് സാറിന്റെ. സോറി, വിശ്വംഭരൻ എന്നാ ഞാൻ കേട്ടത്. ഇത് തന്നെ വിശ്വാസ് സാറിന്റെ വീട്. വന്നാട്ടെ, ഞാനെടുക്കാൻ. വേണ്ട, സാറില്ലേ? ഉണ്ട്, ഇപ്പൊ വരും. നടക്കാൻ ഇറങ്ങിയതാ. വാ, ഇരുന്നാട്ടെ. പൂച്ച പൂച്ച പൂച്ച, കിച്ചണി പൂച്ച. അമ്മാവന് ദിവസവും സന്ധ്യക്ക് നടപ്പ് പതിവുള്ളതാ. താമസിക്കില്ല. സാറിന്റെ വൈഫില്ലേ? പൂച്ച കൊല്ലി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ വിശ്വനാഥ് സാറിന്റെ കാര്യം ചോദിച്ചത്. അമ്മായി കൂടെ പോയി. കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. അമ്മാവനെ അന്വേഷിച്ച് ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളമെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ വഴക്കെനിക്കാ. 1 സെക്കൻഡ്. പൂച്ചക്കെട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. എന്തുവാ ഇത്? തമാശ കളിക്കല്ലേ? അത് പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ ഒരു സിഗ്നൽ തന്നല്ലേ? ഇല്ലെങ്കിൽ നീ കാട് കയറി ഹിമാലയത്തിൽ അങ്ങനെ പോയാലോ? നിങ്ങളല്ലേ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന്. എടാ, ഇംപ്രൂവൈസ്ഡ് ആക്ടിങ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ. 6 മാസം മുമ്പ് വീടൊഴിഞ്ഞു പോയ വിശ്വനാഥനും കുടുംബവും ഇതാ ഇവിടെ പുനരവതരിക്കുന്നു. പിന്നെ നിങ്ങളായിട്ട് കുളവാക്കരുത്. ഞങ്ങൾ ആക്കേണ്ട കാര്യമില്ല, താനേ കുളമായി. എന്താ പേര്? പേരെന്താ? എന്താ പേര്? ഭാഗ്യരേഖ. നല്ല ബെസ്റ്റ് പേര്. അമ്മാവനെ കണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ വന്നതാ. അയ്യോ, ചതിച്ചു. ഏതാടാ ഇവള്? ആരാടി കൊച്ച നീ? എന്താ ഇവിടെ? അച്ഛാ, അത് പെട്ടിയും പ്രമാണവുമായി കുറച്ചു ദിവസമായി ഇവിടെ താമസമാണല്ലേ? എത്ര ദിവസമായി നീ ഇവിടെ വന്നിട്ട്? വിശ്വാസ് സാറിനെ കാണാൻ വന്നാണ്. വിശ്വാസോ? വിശ്വനാഥൻ സാറിനെ കാണാൻ വന്ന. ഏത് വിശ്വനാഥൻ? ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ. ഓ, അത് ശരി. എടാ മോനെ, എന്നോട് തന്നെ വേണോ നിന്റെ ഈ വേല? ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ അതെ അതെ. അയ്യോ അച്ഛാ, മിണ്ടണ്ട. ചുമ്മാ അതല്ല ഞാൻ അയക്കുന്ന പൈസ ഒന്നും തികയാത്തത്. ഇവിടെ പോലുള്ളവരെ തീറ്റി പൊരണമല്ലോ. ഇനി നിന്റെ കണ്ണീര് കാണാത്ത കുഴപ്പമുള്ളൂ ഇവിടെ. എടി കൊച്ചേ, ഇവനെ ചോദിക്കാനും പറയാനും ആളുണ്ട്. മേലാൽ ഈ പടി ചവിട്ടി പോരുത്. ഇറങ്ങി പോടി. ഇറങ്ങി പോവാൻ. വീട് എടാ നിക്കാൻ.